വിഴിഞ്ഞത്ത് തുറമുഖത്ത് ട്രയൽ 1 തുടങ്ങാനിരിക്കെ സുരക്ഷാ കോഡ് ലഭിക്കുന്നതിൽ പ്രതിസന്ധി എന്ന വാർത്ത കൂടി എത്തുന്നുണ്ട്. പദ്ധതി പ്രദേശത്ത് നിന്നുള്ള കുരിശുപള്ളി നീക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് പറയുന്നു. കുരിശുപള്ളി മാറ്റണമെങ്കിൽ നഷ്ടപരിഹാരമായി 1.5 ഏക്കർ ഭൂമി അനുവദിക്കണമെന്ന് വിഴിഞ്ഞം ഇടവക സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. നമുക്ക് റിപ്പോർട്ട് ഒന്ന് കണ്ടുവരാം. അതിനുശേഷം കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ ബ്രേക്ക്ഫാസ്റ്റ് ഷോയിൽ ആദിൽ പാലോടെത്തും തിരുവനന്തപുരത്ത് നിന്ന്. ഫസ്റ്റ് റിപ്പോർട്ട്. വിഴിഞ്ഞം തുറമുഖത്ത് മെയ് 31 മുതൽ ട്രയൽ റൺ തുടങ്ങുമെന്നാണ് പ്രഖ്യാപനം. കപ്പലുകൾ തീരത്തെത്തണമെങ്കിൽ ഇന്റർനാഷണൽ ഷിപ്പ് ആൻഡ് പോർട്ട് ഫെസിലിറ്റി സെക്യൂരിറ്റി കോഡ് വേണം. നിർമ്മാണം അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോഴും സുരക്ഷാ കോഡ് ലഭിക്കാത്ത പ്രതിസന്ധിയിലാണ് കേരളത്തിന്റെ അഭിമാനമായ വിഴിഞ്ഞം തുറമുഖം. തുറമുഖത്തിന് ചുറ്റുമതിലുണ്ടായിരിക്കണം എന്നതാണ് സുരക്ഷാ കോഡ് ലഭിക്കുന്നതിനുള്ള പ്രധാന നിബന്ധന. വിഴിഞ്ഞം തുറമുഖത്തിന്റെ പരിസരത്തായി 2 സെന്റ് ഭൂമിയിൽ ലത്തീൻ അതിരൂപതയുടെ കുരിശുപള്ളിയുണ്ട്. ഇത് മാറ്റാതെ ചുറ്റുമതിൽ കെട്ടാനാകില്ല. കുരിശുപള്ളി നീക്കണമെങ്കിൽ 1.5 ഏക്കർ ഭൂമി നഷ്ടപരിഹാരമായി നൽകണമെന്നാണ് വിഴിഞ്ഞം ഇടവകയുടെ ആവശ്യം. വിഴിഞ്ഞം മുല്ലൂരിലെ സർക്കാർ ഭൂമിയിൽ നിന്ന് 15 സെന്റ് വരെ നൽകാമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചെങ്കിലും ഇടവക നേതൃത്വം വഴങ്ങിയിട്ടില്ല. എല്ലാ ചൊവ്വാഴ്ചയും കുരിശുപള്ളിയിൽ പ്രാർത്ഥനയുണ്ടെന്നും വിശ്വാസികൾക്ക് ഒരുമിച്ചുകൂടാൻ കൂടുതൽ വിസ്തൃതിയുള്ള സ്ഥലം വേണമെന്നുമാണ് ഇടവകയുടെ നിലപാട്. നേരത്തെ ഫിഷറീസ് മന്ത്രി സജി ചെറിയാന്റെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചകളും പരാജയപ്പെട്ടിരുന്നു. തുറമുഖ മന്ത്രിയായി VN വാസവൻ ചുമതല ഏറ്റെടുത്തതിനു പിന്നാലെ ഇടവക നേതൃത്വവുമായി സംസാരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഭൂമി ഏറ്റെടുക്കുന്നതിലെ തടസ്സം കാരണം സുരക്ഷാ കോഡ് വൈകുന്നതിൽ നിർമ്മാണ കമ്പനിയായ അദാനി ഗ്രൂപ്പിനും അതൃപ്തിയുണ്ട്. റിപ്പോർട്ടർ ആദിൽ പാലോഡ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം. ആദിൽ പാലോഡ്, വെൽക്കം ടു എഡിറ്റേഴ്സ് ബ്രേക്ക്ഫാസ്റ്റ്. എന്താണ് പ്രതിസന്ധി? സുരക്ഷാ കോഡ് ലഭിച്ചാലേ നമുക്ക് ട്രയൽ റൺ തുടങ്ങാനാകൂ, വിഴിഞ്ഞത്തേക്ക് വലിയ കപ്പലുകൾ എത്തൂ എന്നുള്ളതാണ് നിബന്ധന. സാധാരണഗതിയിൽ കപ്പലുകൾ വരണമെങ്കിൽ ഈ അന്താരാഷ്ട്ര അംഗീകാരമായി സുരക്ഷാ കോഡ് ലഭിക്കേണ്ടതുണ്ട്. നിലവിൽ കപ്പലുകൾ വരുന്നുണ്ട്. അതിന് പ്രത്യേക അനുമതി വാങ്ങിയാണ് ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെയും മറ്റും പ്രത്യേക അനുമതി വാങ്ങിയാണ് ചൈനയിൽ നിന്നും ക്രെയിനുകൾ കൊണ്ടുവന്ന കപ്പലുകൾ തീരത്തടുപ്പിച്ചത്. പക്ഷേ നിരന്തരം കപ്പലുകൾ കൊണ്ടുവന്ന് ട്രയൽ റൺ നടത്തണമെങ്കിൽ ഈ സുരക്ഷാ കോഡില്ലാതെ മുന്നോട്ട് പോകാനാകില്ല. സുരക്ഷാ കോഡ് വേണമെങ്കിൽ ചുറ്റുമതിൽ വേണമെന്നതാണ് പ്രധാനപ്പെട്ട നിബന്ധന. ഇതുൾപ്പെടെയുള്ള പല നിബന്ധനകളുമുണ്ട്. അതൊക്കെ വിഴിഞ്ഞം തുറമുഖത്ത് പാലിക്കപ്പെട്ടിട്ടുമുണ്ട്. പക്ഷേ ചുറ്റുമതിൽ കെട്ടാനാകാത്തൊരു പ്രതിസന്ധിയിലാണ് വിഴിഞ്ഞം തുറമുഖത്തെ നിർമ്മാണ കമ്പനിയും സർക്കാരും എന്നുള്ളതാണ് ഒടുവിൽ വരുന്ന അപ്ഡേറ്റ്. ഇതിൽ പ്രധാനം ഈ പരിസരത്തോട് ചേർന്ന് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ കോമ്പൗണ്ടിനുള്ളിൽ തന്നെ വിഴിഞ്ഞം ഇടവകയുടെ ലത്തീൻ അതിരൂപതയ്ക്ക് കീഴിലാണ് വിഴിഞ്ഞം ഇടവകയുടെ കുരിശുപള്ളിയുണ്ട്. കുരിശുപള്ളിയും ഒരു കുരിശടിയുമുണ്ട്. ഇത് മാറ്റാതെ ചുറ്റുമതിൽ കെട്ടാനാകില്ല. ഇത് മാറ്റണമെങ്കിൽ ഭീമമായ ഭൂമി നഷ്ടപരിഹാരം വേണം എന്നാണ് വിഴിഞ്ഞം ഇടവക സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 1.5 ഏക്കർ ഭൂമി നഷ്ടപരിഹാരം തരണം എന്നാണ് ആവശ്യം. 2 സെന്റ് ഭൂമിയിലാണ് ഈ കുരിശുപള്ളി ഇരിക്കുന്നത്. എല്ലാ ചൊവ്വാഴ്ചയും ഇവിടെ പ്രാർത്ഥനകളുണ്ട്. വർഷങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകൾ ഉണ്ട്. കൂടുതൽ ആളുകൾ എത്തുന്ന സ്ഥലമാണ്. അതുകൊണ്ട് കൂടുതൽ വിസ്തൃതിയുള്ള ഭൂമി വേണം നഷ്ടപരിഹാരമായി നൽകാൻ എന്നാണ് സർക്കാരിൻ്റെ ഇടവക നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. വിഴിഞ്ഞം മുക്കോലയിൽ ഈ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ അനുബന്ധ നിർമ്മാണങ്ങൾക്കായി സർക്കാർ ഭൂമി ഏറ്റെടുത്തിട്ടുണ്ട്. ആ ഭൂമിയിൽ നിന്ന് 15 സെന്റ് വരെ നൽകാമെന്ന് അറിയിച്ചെങ്കിലും ചർച്ച എങ്ങുമെത്തിയില്ല, വഴിപിരിഞ്ഞിരിക്കുന്നു. ഇനി VN വാസവൻ്റെ ഇടപെടലാണ് ഇതിൽ നിർണായകമാവുക. VN വാസവൻ ഇടവക നേതൃത്വവുമായി ചർച്ച ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പോഴും ഭൂമി ഏറ്റെടുത്തു കൊടുക്കേണ്ടത് സർക്കാരാണ്. ഇത് വൈകുന്നതിൽ അദാനി ഗ്രൂപ്പിന് കൃത്യമായ അതൃപ്തിയുണ്ട്. അത് സർക്കാരിനെ അറിയിക്കുന്നുമുണ്ട്. കുരിശുപള്ളി നിലവിൽ മാറ്റണമെങ്കിൽ നഷ്ടപരിഹാരമായി 1.5 ഏക്കർ ഭൂമി അനുവദിക്കണം എന്നതാണ് വിഴിഞ്ഞം ഇടവക ഇപ്പോൾ സർക്കാരിനെ അറിയിച്ചിരിക്കുന്നത്. അത് ഉടനെ വേണം. അതെ.